ഇപ്പോൾ നാം കേട്ട ഒരു വാർത്ത വലിയ ദുഃഖകരമായൊരു വാർത്തയാണ്. സമസ്തയുടെ പൊതുപരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദന്മാരൊക്കെ അതിലേക്ക് ഒരുങ്ങി പരീക്ഷയുടെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഓരോ ഉസ്താദന്മാർ ഓരോ നാടുകളിലേക്ക്, പ്രത്യേകിച്ച് സദറുസ്താദന്മാരൊക്കെ നോക്ക്. ബഹുമാനപ്പെട്ട സദറുസ്താദിൻ്റെ മരണവാർത്ത എൻ്റെ പ്രിയപ്പെട്ടവരെ വലിയ ദുഃഖത്തോടു കൂടിയാണ് നാം കേട്ടത്. പരീക്ഷയുടെ മേൽനോട്ടം വഹിച്ചു കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഉസ്താദ് കുഴഞ്ഞു വീണു പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്ന ഇതൊക്കെ നമ്മെ വലിയ പാഠങ്ങളാണ് എൻ്റെ പ്രിയമുള്ളവർ നമുക്ക് നൽകുന്നത്. മരണം എപ്പോൾ എവിടെ എങ്ങനെന്നറിയില്ല. ഉസ്താദ് ഇപ്പോൾ ഇത് മരിക്കുമെന്നറിയുമായിരുന്നെങ്കിൽ, ചെറിയ ഒരു അസുഖമുണ്ടെങ്കിൽ പോലും നാം പരീക്ഷ നടത്താൻ പോകാൻ ഭയപ്പെടുന്നവരാണ്. കാരണം നമുക്കൊണ്ടത് സാധിക്കില്ല. കാരണം പരീക്ഷയുടെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ അത്യാവശ്യം ആരോഗ്യം ഉണ്ടെങ്കിൽ, കാരണം കുറേ കുട്ടികൾക്കൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ കുറച്ച് നമുക്ക് മനസ്സിൽ റാഹത്ത് തോന്നിയാലേ നാം അങ്ങോട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ ഉസ്താദ് ഇന്ന് പരീക്ഷയ്ക്ക് ഇറങ്ങി പോകണമെങ്കിൽ വലിയ സന്തോഷത്തോടു കൂടി അല്ലേ, ആ ഉസ്താദിൻ്റെ മദ്രസയിലും പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത്, പോകുന്ന മഹല്ലത്തിനെ കുറിച്ച് ഓർത്ത്, ഇങ്ങനെ ഉസ്താദ് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് പോയത്. പ്രത്യേകിച്ച് ഉസ്താദന്മാർ എന്ന് പറയുമ്പോൾ അവർ പോകുന്ന നാടിനേക്കാൾ അവർ ജോലി ചെയ്യുന്ന മഹല്ലിൻ്റെ വിദ്യാർത്ഥികളെക്കുറിച്ച് അവർ എങ്ങനെ എഴുതും എന്നതിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്തും അവർ നല്ല ഒരു മാർക്കെടുത്ത് വിജയിക്കണമെന്ന് ഇങ്ങനൊരു പ്രാർത്ഥനയിലാണ് ഉസ്താദന്മാർക്ക് ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. നമുക്ക് ബഹുമാനപ്പെട്ട സദറുസ്താദ് ഹംസ മൗലവി ഉസ്താദ് ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് പോയത്. എന്നാലോ മദ്രസ ഹാളിൽ വെച്ച് അദ്ദേഹം തൻ്റെ ഡ്യൂട്ടിയിലിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഈ ഒരു സംഭവം എൻ്റെ പ്രിയപ്പെട്ടവരെ നടക്കുന്നത് പാമ്പുറത്തി എന്ന് പറയുന്ന മദ്രസയിലാണ്. ഉസ്താദ് കൊളച്ചേരി പള്ളിപ്പറമ്പ് സ്വദേശിയാണ്. അദ്ദേഹം ജോലി ചെയ്യുന്നത് ചെക്കിക്കുളം നെല്ലിക്കപ്പാല മദ്രസയിൽ ജോലി ചെയ്യുന്ന ഉസ്താദാണ്. ആ നാടിൻ്റെ ഒരു വിളക്കാണ് നഷ്ടപ്പെട്ടു പോയത്. ആ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇതൊരിക്കലും താങ്ങാൻ പറ്റൂല. കാരണം ഉസ്താദന്മാർ എന്ന് പറയുന്നത് മാതാപിതാക്കളെക്കാൾ കൂടുതൽ ഉസ്താദിനാണ് വിദ്യാർത്ഥികൾ പ്രാധാന്യം നൽകുന്നത്. അവരേറ്റവും കൂടുതൽ പരീക്ഷയിൽ നല്ല മാർക്കോടുകൂടി വിജയിച്ചാൽ മാതാപിതാക്കളെക്കാൾ ഏറെ സന്തോഷിക്കുന്നത് അവരുടെ ഉസ്താദന്മാരാണ്. പ്രത്യേകിച്ച് നല്ല പഠിച്ച് നല്ല മികവിലെത്തിയ കുട്ടികളെ, പ്രത്യേകിച്ച് എൻ്റെ കുട്ടി നല്ല മാർക്കെടുത്ത് സന്തോഷമായി എന്ന് ആദ്യം ഉസ്താദന്മാർ കുട്ടികൾക്ക് സന്തോഷം പകരും. പക്ഷേ ആ സന്തോഷം കേൾക്കാൻ ഇനി ആ ഉസ്താദില്ല. ആ കുട്ടികൾ അനാഥയായി. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഉസ്താദിൻ്റെ പരലോക ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. ആ കുട്ടികളെ, ആ ഉസ്താദിൻ്റെ ശിഷ്യന്മാർ, അതുപോലെ കുടുംബക്കാർ, മക്കൾ, അല്ലാഹു എല്ലാവർക്കും ക്ഷമ പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, ഈ മരണങ്ങളെല്ലാം അല്ലാഹു നമുക്ക് നൽകുന്ന പാഠമാണ്. എന്നും എപ്പോഴും എല്ലാ നിമിഷങ്ങളിലും മരണത്തിന് നാം ഒരുങ്ങിയിരിക്കണം എന്നുള്ള പാഠമാണ്. ഇതിനേക്കാൾ വലിയൊരു വയലിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയാണ്. മരണം എത്തിക്കഴിഞ്ഞാൽ, മരണം എത്തുന്നതിൻ്റെ സെക്കൻഡുകൾക്ക് മുമ്പ് നമുക്ക് അറിയുകയുമില്ല. എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പിന്തിക്കുക പോലും ചെയ്യൂല. ആ സമയത്ത് ഏതവസ്ഥയിലാണോ എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ല സൽപ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നല്ല രീതിയിലാണെങ്കിൽ അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടു. അതല്ല, നാം എപ്പോൾ മരണപ്പെടുന്നു എന്നുള്ളതിൽ ആ മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടിയുള്ള മരണം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നും അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല മരിക്കുന്ന നേരം ഈമാനോട് കൂടിയുള്ള മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. മരണം നമ്മിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരു സെക്കൻഡ് പിന്തിക്കാനോ മുന്തിക്കാനോ ഒന്നും ഉണ്ടാവില്ല. ഒമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്, എവിടെ വെച്ച് എങ്ങനെയെന്നറിയില്ല. അല്ലാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു. എത്ര ആളാണ് ഈ അടുത്ത്, എത്ര ആളുകളാണ് പെട്ടെന്ന് ഞാൻ ജോലി ചെയ്യുന്ന തൊട്ടടുത്ത മഹല്ലത്തിൻ്റെ ഖത്തീബ് ഉസ്താദ്, ദുഹർ നമസ്കാരത്തിന് ഇമാമത്ത് നിന്ന ഉസ്താദ് അസർ നമസ്കാരത്തിന് ഇമാമത്തിനില്ല. ആ സമയത്ത് ഉസ്താദിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുകയാണ്.
ചെറിയ പ്രായമാണ്, 38 വർഷമെന്ന് പറയുമ്പോൾ പിഞ്ചു മക്കളുള്ള ഉസ്താദ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തൊട്ടടുത്ത മഹല്ലാകുമ്പോൾ നമുക്ക് വല്ലാത്ത ആ വേദന നമുക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയില്ല. നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത മരണങ്ങളാണ് നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ ചെറുപ്പക്കാരനാണ്, വലിയ പണ്ഡിതനാണ്, ഒരുപാട് ശിഷ്യന്മാർ. ആ ശിഷ്യന്മാർക്ക് ആ ഒരു ഞെട്ടൽ ഇപ്പോഴും മായുന്നില്ല. ആ ശിഷ്യന്മാർ ഉസ്താദിൻ്റെ മയ്യത്ത് നോക്കാൻ പോകുമ്പോൾ ആ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. ശിഷ്യന്മാർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്കൊന്നും അറിയില്ല. അവരൊക്കെ പഠിച്ചു ഒരുങ്ങി ഇൻഷാ അല്ലാഹ് അങ്ങനെയാണല്ലോ. നമസ്കാരം കഴിഞ്ഞാൽ വീണ്ടും ഉസ്താദിനൊരു ക്ലാസ് ഉണ്ടാവും. അതിനുവേണ്ടി വിദ്യാർത്ഥികൾ പഠിച്ചു ഒരുങ്ങി നിൽക്കുമ്പോൾ പാഠം ചൊല്ലിത്തരാൻ പ്രിയപ്പെട്ട ഉസ്താദ് ഇല്ല എന്ന് പറയുമ്പോൾ എങ്ങനെ, മദ്രസ പോലൊന്നുമല്ല ദർസ് എന്ന് പറയുമ്പോഴൊക്കെ മക്കൾക്ക് അവിടെ ഉപ്പയും ഉമ്മയും എല്ലാം ഉസ്താദാണ്. എത്ര മരണങ്ങളാണ്. അള്ളാഹു നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട സദർ ഉസ്താദായ നമ്മുടെ ഹംസ ഉസ്താദിന് അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ. അതുപോലെ മുഹമ്മദ് ഫാദിൽ ഉസ്താദ്, അങ്ങനെ ഒരുപാട് ആളുകൾ മരണപ്പെട്ട എല്ലാവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലാക്കട്ടെ. മരിക്കുന്ന നേരം നല്ല മരണം, ഈമാനോട് കൂടിയുള്ള മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അഹങ്കാരം, അസൂയ, വിദ്വേഷം, ഈ ചെറിയ നിമിഷം, ചെറിയ ജീവിതം അള്ളാഹു നൽകിയിട്ടുണ്ട്. എല്ലാവരോടും സ്നേഹത്തോട് സന്തോഷത്തോടു കൂടി, അഹങ്കാരമില്ലാതെ, പരുക്കൻ സ്വഭാവം കാണിക്കാതെ, സ്നേഹത്തോടു കൂടി ഒരു 10 പേര് നിന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ വജബത്ത് ലഹുൽ ജന്ന, സ്വർഗ നിർബന്ധമാണ്. ഒരു 10 പേര് നല്ലത് പറയണമെങ്കിൽ എല്ലാവരുടെ സ്നേഹത്തോടു കൂടി പെരുമാറും. അഹങ്കാരം, എൻ്റെ പ്രിയപ്പെട്ടവരാരും അത് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും നമ്മെ പരിഗണിച്ചാലേ, നാം മറ്റുള്ളവരെ പരിഗണിച്ചാലേ നമ്മെ അവർ പരിഗണിക്കുകയല്ലോ. അവഗണിക്കുക, കുറ്റപ്പെടുത്തുക, ഒറ്റപ്പെടുത്തുക, പരിഹസിക്കുക, ഇത് മാനസികമായ ഒരു പ്രയാസമാണ്. നാം ഓരോരുത്തരും നമ്മുടെ വാക്കോ നോക്കോ നോട്ടമോ കൊണ്ട് ഒരാളും വേദനിക്കാൻ പാടില്ല. നമ്മുടെ മുഖത്തിൻ്റെ വര പോലും ജനങ്ങൾ മനസ്സിലാക്കും ഇദ്ദേഹത്തിൻ്റെ നോട്ടം എങ്ങനെയാണ് എന്ന്. അറിയാതെ ചെയ്തു പോകുന്ന ചിലതുണ്ട്. അതുപോലും എൻ്റെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുത്തുകയാണ്. ചില ആൾ കരുതിക്കൂട്ടി, അല്ലെ, പുഞ്ചിരി പോലും സ്വതക്കമാണ്. കാണുമ്പോൾ പുഞ്ചിരിക്കുക, ഇതൊക്കെ വലിയ പുണ്യമുള്ള കർമ്മങ്ങളാണ്. നമ്മുടെ അടുക്കൽ നമുക്ക് നിസാരമായി കാണുന്ന ചില പ്രവർത്തികൾ അള്ളാഹുവിനടുക്കൽ വലിയ പ്രവർത്തികളാണ്. ഇനി വരാൻ പോകുന്നത് പരിശുദ്ധമായ റമദാൻ മാസം. നാം നിലകൊള്ളുന്നത് ഷഹബാനു ഷഹരി, എൻ്റെ മാസമാണ് എന്ന് പറഞ്ഞ ഷഹബാൻ മാസത്തിലാണ്. ധാരാളം മുത്തായ ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലേണ്ട മാസമാണ്. ധാരാളം ഹബീബിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുക. വരാൻ പോകുന്നത് വിശുദ്ധ റമദാൻ, ഖുർആൻ ഖത്മുൽ ഖുർആൻ തീർക്കുക. ഇങ്ങനെ ഒരുപാട് നല്ല സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ച് നിങ്ങൾക്കുള്ള പ്രാർത്ഥനയിൽ ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദിനെ ഉൾപ്പെടുത്തണം. ആ നാട്ടുകാരൊക്കെ ഉസ്താദിൻ്റെ വരവിനായി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി ആ വിദ്യാർത്ഥികൾക്ക് ആ ഉസ്താദിൻ്റെ ചുറ്റും ഇരുന്ന് തൻ്റെ വിജയം അത് ഉസ്താദിൻ്റെ മുമ്പിൽ കാണിച്ച് സന്തോഷിപ്പിക്കാൻ ഇനി ആ പ്രിയപ്പെട്ട ഉസ്താദ് ആ വിദ്യാർത്ഥികൾക്ക് കാണൂല. പ്രിയപ്പെട്ട മക്കൾ, ഭാര്യ, കുടുംബം എല്ലാവർക്കും അല്ലാഹു ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.